വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഗലീലിയോ ലേഖനത്തിലെ 10 മെയിൻ പോയിന്റ്സുകളാണ് പറയുന്നത്. ഗലീലിയോ ലേഖനത്തെ മുഴുവൻ നമുക്ക് ഒരു 10 പാർട്ടുകളാക്കിയിട്ട് തിരിക്കാം. ആദ്യത്തെ 3 പോയിന്റ്സ് വരുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ്. ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. നോക്കാം. फर्स्ट पॉइंट, करीब 400 साल पहले एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था. ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുൻപ് എക്ക് ലടുക്ക ഒരു കുട്ടി താന്തുക്കോ ദേക്കത്തെ ഹുയെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് എക്ക് പഹാടി പർ ചढ़ रहा था ഒരു കുന്നിൻ മുകളിലോട്ട് ഇങ്ങനെ കയറുകയായിരുന്നു. ഉസേ ലഗ അവന് തോന്നി ചാന്ദ് ബി ഉസ്കെ സാത്ത് ഊപ്പർ ചढ़ रहा है ചന്ദ്രനും അവന്റെ കൂടെ മുകളിലോട്ട് കയറുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് തോന്നി. ഒരു 400 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണത്. ഗലീലിയോ എന്ന ഈ കുട്ടി ചന്ദ്രനെ നോക്കിക്കൊണ്ട് മുകളിലോട്ട് കയറിയപ്പോൾ ചന്ദ്രനും അവന്റെ കൂടെ ഇങ്ങനെ കയറുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് തോന്നി. സെക്കൻഡ് പോയിന്റ്, ഉസ്നെ സോച്ച അപ്പോൾ അവൻ ചിന്തിച്ചു, ആ കുട്ടി ബാലകനായ ഗലീലിയോ ചിന്തിച്ചു, ചാന്ദ് തോ അപ്പനെ ജഗഹ് സ്ഥിർ ഹെ ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ സ്ഥിരമാണ്. ബസ് ഉസ്കി ആങ്കോ ദോഗ ഗാ രഹി ഹെ എന്നാൽ അവന്റെ കണ്ണുകൾ അവനെ ചതിക്കുകയാണോ? തോക വഞ്ചിക്കുക, ചതിക്കുക. കുട്ടിയായിരിക്കുമ്പോഴേ ഗലീലിയോ തെളിവുകളൊന്നും കൂടാതെ ഒന്നും സ്വീകരിക്കുമായിരുന്നില്ല. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത് നോക്കാം. ഉസ്നെ യഹ് ബാത്ത് അപ്പനെ ദോസ്ത് കോബി ബത്തായി അവൻ ഈ കാര്യം തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഔർ സബൂത്ത് കേലിയെ പഹാഡി പർ ചढ़ने को कहा. സബൂത്ത് പ്രൂഫ് തെളിവ്, തെളിവിന് വേണ്ടി കുന്നിൻ മുകളിൽ അവനോട് കയറാൻ വേണ്ടി പറഞ്ഞു. इससे पता चला कि यह सब हमारी नजरों का धोखा था. ഇസസെ പതാ ചല ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു കി എന്തെന്നാൽ യഹ് സബ് ഇതെല്ലാം ഹമാരി നസരോ കാ ധോഖാത നമ്മുടെ കണ്ണുകൾ നമ്മെ വഞ്ചിക്കുന്നതാണെന്ന് അവന് തോന്നി. ഉസ് ലഡ്കേക്ക നാം ഗലീലിയോത ആ കുട്ടിയുടെ പേരായിരുന്നു ഗലീലിയോ. കുട്ടിക്കാലത്തെ കുറിച്ച് 3 പോയിന്റ്സുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ ലേഖനത്തിന്റെ സെൻട്രൽ പോർഷനിൽ വരുന്നത് അച്ഛനും ഗലീലിയോയും തമ്മിലുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് പാർട്ട് 2 പിതാ ഔർ ഗലീലിയോ. पिता ने ഗലീലിയോ കോ ഡോക്ടർ ബനിനെ കെ ലിയെ ഭേജ അച്ഛൻ ഗലീലിയോയെ ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചു. ഭേജ അയച്ചു. ലേക്കിൻ പക്ഷേ വഹ് വൈജ്ഞാനിക് ബനിന ചാഹ്താ ഗലീലിയോ എന്താണ് ആഗ്രഹിച്ചത്? വൈജ്ഞാനിക് ബനന സയന്റിസ്റ്റ് ആവാൻ, ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിച്ചിരുന്നു. ഇസിലിയെ അതുകൊണ്ട് ഉനോനെ അദ്ദേഹം ചുപ്ചാപ്പ് ആരോടും മിണ്ടാതെ ഇതൊന്നും ആരോടും പറയാതെ അപ്പനാ വിഷയ ബദലിയ സ്വയം ഈ വിഷയത്തിൽ നിന്ന് അയാൾ മാറി. അയാള് ഡോക്ടർ ആവാൻ വേണ്ടി അയച്ച അദ്ദേഹം ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി ആരും അറിയാതെ. ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. അപ്പോൾ എന്ത് സംഭവിച്ചു? അച്ഛൻ ഇതറിഞ്ഞു. അച്ഛൻ ഇതറിഞ്ഞപ്പോൾ പിതാനെ ഡാണ്ടാത്തോ അച്ഛൻ വഴക്ക് പറഞ്ഞു. ഡാണ്ട വഴക്ക് പറഞ്ഞു. തോ അപ്പോൾ ഗലീലിയോനെ കഹ ഗലീലിയോ പറഞ്ഞു. ആപ്പ് ബി തോ കഹ്തേ ദേ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. സച്ച് കഹിനെ സത്യം പറയുവാനും ഔർ സച്ച് നിഭാനെ മേം സത്യം പ്രവർത്തിക്കുവാനും കബി ഒരിക്കലും ഭഗവാൻ സെ ബി നഹീം ഡർനാ ചാഹിയെ നമ്മൾ ഭഗവാനെ പോലും പേടിക്കരുത്. അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ ഗലീലിയോ അച്ഛനോട് പറഞ്ഞു, സത്യം പറയുവാനും സത്യം പ്രവർത്തിക്കുവാനും നമ്മൾ ദൈവത്തെ പോലും ഭഗവാനെ പോലും പേടിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഈ പോയിന്റ് മക്കൾ പഠിക്കണം. ചിലപ്പോൾ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടാവും വരിക. അപ്പോഴോ 6th പോയിന്റ് നോക്കാം. യഹ് ബാത്ത് സുൻകർ ഗലീലിയോയുടെ വാക്ക് കേട്ടപ്പോൾ പിതാ നാരാസ് ഹോനെ കെ ബജായ് ഖുഷ് ഹോ ഗയ അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷിച്ചു. നാരാസ് ദേഷ്യം, ബജായ് പകരം, ഖുഷ് സന്തോഷം. യഹ് ബാത്ത് സുൻകർ ഈ വാക്ക് കേട്ടപ്പോൾ അച്ഛന് ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷിച്ചു. ഇത്രയുമാണ് സെക്കൻഡ് പാർട്ടിൽ വന്നിട്ടുള്ളത്. അച്ഛൻ ഗലീലിയോയെ ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചു. എന്നാൽ ഗലീലിയോ ആരെയും അറിയിക്കാതെ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. അച്ഛനത് അറിഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഗലീലിയോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അല്ലെ, ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴോ അത് കേട്ടപ്പോൾ
പിതാ നാരാസ് ഹോനെ കെ ബജായ് ഖുഷ് ഹോ ഗയെ. അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷിച്ചു. നെക്സ്റ്റ് പാർട്ട് 3 വരുന്നത് ഗലീലിയോയുടെ പെണ്ടുലം നിയമത്തെ കുറിച്ചിട്ടാണ് ലേഖനത്തിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇത് 3 പാർട്ടാക്കി തിരിച്ചിരിക്കുക തന്നെയാണ്. നോക്കാം. 6 പോയിന്റ്. ഏക് ദിൻ ഗലീലിയോ ദേഖ. ഒരു ദിവസം ഗലീലിയോ കണ്ടു. കി എന്തെന്നാൽ ഫാനൂസ് ജിത്തന ബി ചൂലെ ഇധർ സെ ഉധർ ജാനെ മേം ഹമേഷ ബരാബർ സമയ ലഗ്താ ഹെ. ഫാനൂസ് റാന്തൽ വിളക്ക് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. എന്താ ഗലീലിയോ കണ്ടത്? ഫാനൂസ് ജിത്തനാബി ചൂലെ, റാന്തിൽ വിളക്ക് എത്രത്തോളം ആടുന്നു. ഇധർ സെ ഉധർ ജാനെ മേം ഹമേഷ ബരാബർ സമയലകത്താഹെ. ഈ വശത്തു നിന്നും ആ വശത്തോടെത്താൻ ഇങ്ങനെ ആടുകയാണ്. റാന്തൽ വിളക്ക് കെട്ടി വെച്ചാല് ഇങ്ങനെ ആടും. അപ്പൊ ഈ വശത്തു നിന്ന് ആ വശത്തോട്ടെത്താന് ഹമേഷ എപ്പോഴും ബരാബർ സമയലകത്താഹ ഈക്വൽ ടൈമാണ് എടുക്കുന്നത്. തുല്യ സമയമാണ് എടുക്കുന്നത്. അപ്പോൾ ഗലീലിയോ ഇനി അതിനനുസരിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ പോവുകയാണ്. 7th പോയിന്റ്. ഉസ് സമയ ഗഡി നഹീന്തി. ആ കാലങ്ങളിൽ വാച്ചൊന്നുമില്ലായിരുന്നു. സമയം നോക്കാൻ വാച്ചൊന്നുമില്ലായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ഉസ്നെ അദ്ദേഹം അപ്പനി നെബ്സ് കി മദദ് സെ പരീക്ഷൺ കിയ. അദ്ദേഹത്തിന്റെ പൾസിന്റെ ഹെൽപ്പോട് കൂടി പരീക്ഷണങ്ങൾ നടത്തി. പൾസൊക്കെ വെച്ചളന്ന് അദ്ദേഹം ഒരു ഏകദേശം ഒരു അനുമാനത്തിലെത്തി. അപ്പൊ ഈ നെബ്സ് കി മദദ് സെ, നെബ്സ് പൾസ്, മദദ് ഹെൽപ്പ്, എന്താ അദ്ദേഹത്തിന്റെ പൾസിന്റെ സഹായത്തോടു കൂടി പരീക്ഷണങ്ങൾ നടത്തി. ഉസ്ക അനുമാൻ സഹീത. അദ്ദേഹം ചിന്തിച്ച അനുമാനം, അദ്ദേഹത്തിന്റെ തോന്നൽ ശരിയായിരുന്നു. ഈ വശത്ത് നിന്ന് ആ വശത്തോട്ട് എത്താൻ ഏകദേശം ഈക്വൽ ടൈം തന്നെയാണ് എടുക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ അനുമാനം ശരിയായിരുന്നു. 8 പോയിന്റ് നോക്കാം. എന്നിട്ടും അദ്ദേഹത്തിന് സമാധാനമായില്ല. വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുകയാണ്. പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വഹ് അപ്നെ ദോസ്ത് കെ ഘർ ജാകർ ലോഹ പീത്തൽ ഷീഷ ലേക്കർ കൈ പരീക്ഷൺ കിയെ. അദ്ദേഹം തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ലോഹ ഇരുമ്പ്, പീത്തൾ പിച്ചള, ഷീഷ ഗ്ലാസ് ഇവയെല്ലാം എടുത്തിട്ട് കുറേ പരീക്ഷണങ്ങൾ നടത്തി. ഇങ്ങനെ ലോഹ, ഇരുമ്പ്, പിച്ചള, ഗ്ലാസ് ഇങ്ങനെ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. ഇസ്സെ പതാച്ചല. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കി കിസി ബി ധാതു കാ പെൻഡുലൻ ബനാനെ സെ സമയ നഹീ ബദൽത്ത. മെറ്റീരിയൽസ് ഏതായാലും പെൻഡുലത്തിന് വരുന്ന സമയം മാറുന്നില്ല. സമയ നഹീ ബദൽത്ത, സമയത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ലേക്കിൻ ഡോർ കി ലംബായി ചോട്ടി ബഡി ഹോനെ പർ ചൂൽനെ കാ സമയ ബദൽനാ ഹെ. ഡോർ ചരട്, അത് കെട്ടിവെച്ചിട്ടുള്ള ചരടിന്റെ ലംബായി നീളം, ചോട്ടി ബഡി ഹോനെ പർ ചെറുതും വലുതുമാകുന്നതിനനുസരിച്ച് ചൂൽനേക്കാ സമയ ബദൽത്ത, അത് ആടുന്ന ടൈമിനും മാറ്റം വരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് മാറുന്നതിന് അനുസരിച്ചിട്ട് ടൈമിന് മാറ്റം വരുന്നില്ല. ചരടിന്റെ നീളം കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ഈ ആട്ടത്തിന് ലോങ്ങിന് മാറ്റം വരുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഇസ്സെ ഗലീലിയോ പെണ്ടുലം കെ നിയമവും ഗോച്ചെ. ഇങ്ങനെയാണ് ഗലീലിയോ പെണ്ടുലം നിയമങ്ങൾ കണ്ടെത്തിയത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് 10 മെയിൻ പോയിന്റ്സുകൾ വരുന്നത്. ഈ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റാണ്. കംപ്ലീറ്റ് ഏത് ആക്ടിവിറ്റീസ് വന്നാലും നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കും. എല്ലാ പോയിന്റ്സും അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. കൂട്ടത്തിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.